രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായാണ് പീഡന പരാതി ലഭിക്കുന്നതെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും രാഹുൽ ഗാന്ധിക്കും അതിജീവിത പരാതി നൽകിയിരുന്നു. പരാതി നൽകിയത് 28-ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, അങ്ങനെയെങ്കിൽ ആ പരാതി കോൺഗ്രസ് നേതൃത്വം വെളിച്ചം കാണിച്ചില്ല. അലക്സ് റാം മുഹമ്മദ്. റിജിത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയമാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCCക്ക് ലഭിച്ച പരാതി നേതാക്കളുമായി കൂടിയാലോചിച്ച് DGPക്ക് കൈമാറി. അത് സംസ്ഥാനത്തിന് പുറത്തുള്ള 23 വയസ്സുകാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയത്. ആ മെയിലാണ് ഇപ്പോൾ DGPക്ക് കൈമാറിയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായാണ് അത്തരത്തിൽ ഒരു പരാതി ലഭിക്കുന്നതെന്നാണ് KPCC അധ്യക്ഷനടക്കം വാദിക്കുന്നത്. പക്ഷേ ആ വാദം സമ്പൂർണ്ണമായി തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നമുക്ക് ലഭിച്ചത്. അതായത് നിലവിൽ അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസ് അന്വേഷിക്കുകയാണ്. അതിജീവിത മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഒപ്പം രാഹുൽ ഗാന്ധിക്കും അതിജീവിത പരാതി നൽകിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ഭീഷണിയുണ്ട്, തന്റെ ജീവന് ഭീഷണിയുണ്ട്, അത് നേതാക്കളെ അറിയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ ഈ കാര്യങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭാഗത്തു നിന്നുണ്ടായ നിഷ്ഠുരമായ കുറ്റകൃത്യം വിവരിക്കുന്ന പരാതി അത് മെയിൽ മുഖേന ഇവർക്ക് നൽകിയിരുന്നു, കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരുന്നു. VD സതീശനും KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്നു. അത് നവംബർ 28-ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് പരാതി നൽകിയത്. ആ പരാതിയാണ് കോൺഗ്രസ് മുക്കിയത്. അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ പരാതി ലഭിച്ചാൽ, ഇത്രയും വലിയ കുറ്റകൃത്യം, അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യത്തിനുള്ള ഒരു കത്ത് ലഭിച്ചാൽ, ഒരു പരാതി ലഭിച്ചാൽ, അത് പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി പോലീസിന് കൈമാറേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആ ഘട്ടത്തിലൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതും നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതും. അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതിജീവിത നേരത്തെ കോൺഗ്രസിന് പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിരുന്നു. അത് കോൺഗ്രസ് മുക്കി. ശ്രീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.